നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെഎസ്ആർടിസിയിൽ നിന്നും സിഎംഡി ബിജു പ്രഭാകർ ഒഴിയുമെന്ന സൂചന. വൈദ്യുത ബസ് വാങ്ങലിൽ ഉൾപ്പെടെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് കെഎസ്ആർടിസി സിഎംഡി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകറിന്റെ മാറ്റത്തിന് വഴിതെളിയിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. മന്ത്രിക്ക് താൽപര്യമില്ലെങ്കിൽ സ്ഥാനമൊഴിയാൻ അദ്ദേഹം സന്നദ്ധനാണ് എന്നാണ് മാതൃഭൂമിയിൽ വന്ന വാർത്ത. ഇതോടെ കെഎസ്ആർടിസിയിലെ പ്രശ്നങ്ങൾ പുതിയ തലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ബസ്സുകൾ ലാഭകരമല്ല എന്ന് പറഞ്ഞ മന്ത്രിയെ സർക്കാർ തിരുത്തിയിരുന്നു. എന്നാൽ താൻ പറഞ്ഞത് ശരിയാണ് എന്ന കാലം തെളിയിക്കുമെന്നും ഇനി ഈ ബസ് വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നും പറഞ്ഞാണ് മന്ത്രി വിവാദം അവസാനിപ്പിച്ചത്. സ്ഥാനമെടുത്ത ശേഷം ആദ്യമായി എടുത്ത തീരുമാനം പാളിയതിൽ ഗണേഷ് കുമാറിന് അതൃപ്തിയുണ്ട്. ഇനി തീരുമാനം എടുക്കില്ല എന്നും എല്ലാ ഉദ്യോഗസ്ഥർ പറയുമെന്നുമായിരുന്നു ഗണേഷ് കുമാർ പ്രതികരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞത് ശരിയാണ് എന്ന് വിശദീകരിച്ച് കോൺഗ്രസ് എംഎൽഎ എം വിൻസെന്റ് തെളിവുകളും പുറത്തുവിട്ടിരുന്നു. ഇതെല്ലാം കെഎസ്ആർടിസി നേതൃത്വത്തിന് പുതിയ തലവേദനയുമായി. സ്പെയർ പാർട്സ് വാങ്ങൽ, ഓൺലൈൻ നിരീക്ഷണ സംവിധാനം, ഡ്യൂട്ടി പരിഷ്കരണം എന്നിവയിൽ ഉൾപ്പെടെ മുൻഗാമി ആന്റണി രാജുവിന്റെ കാലത്തെ പരിഷ്കാരങ്ങളിൽ കാതലായ മാറ്റം ഗണേഷ് കുമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബിജു പ്രഭാകർ തിങ്കളാഴ്ച മന്ത്രിയെ കാണുന്നുണ്ട്. സിടി റിപ്പോർട്ടുകളിലെ ബസ്സുകളുടെ ഷെഡ്യൂൾ പരിഷ്കരണമാണ് ചർച്ചാ വിഷയം. ഈ യോഗത്തിന് മുൻപ് ബിജു പ്രഭാകർ രാജ്യസന്നദ്ധ അറിയിക്കും. ഇതിൽ മന്ത്രി എന്ത് നിലപാട് എടുക്കുമെന്നതാണ് പ്രസക്തം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് തീരുമാനം എടുക്കുമെന്നതും നിർണായകമാണ്. ബിജു പ്രഭാകറിന്റെ രാജി മുഖ്യമന്ത്രി അംഗീകരിക്കില്ല എന്നാണ് സൂചന. വൈദ്യുത ബസ്സുകൾ ലാഭകരമാണെന്ന റിപ്പോർട്ട് തനിക്ക് ലഭിക്കുന്നതിന് മുൻപേ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പൊതുഗതാഗതത്തെക്കുറിച്ച് പഠിക്കാൻ ബിജു പ്രഭാകർ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് പോയതിനാലാണ് ജോയിന്റ് എംഡി പ്രമോജ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ മന്ത്രിയെ കണ്ടത്. ബസ്സുകളുടെ വരുമാനം അടുത്ത ദിവസം തൊഴിലാളി സംഘടനകൾക്ക് കൊടുക്കാറുള്ളതിനാൽ ഇതിൽ രഹസ്യ സ്വഭാവമില്ല എന്ന വിശദീകരണമാണ് ഉദ്യോഗസ്ഥർ നൽകിയത്. കെഎസ്ആർടിസി സ്വിഫ്റ്റ് കമ്പനിയുടെ ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലെന്ന് കാണിച്ച മാനേജ്മെന്റ് മന്ത്രിക്ക് നൽകിയ കണക്കുകളിൽ ഗുരുതരമായ പിശകുകൾ ഉണ്ടെന്ന PMI കമ്പനിയുടെ 50 ഇലക്ട്രിക് ബസ്സുകളുടെ പർച്ചേസുകളിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് സംശയിക്കുന്നതായും എം വിൻസെന്റ് MLA വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. 2-3 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി ഓടിച്ച ഗുണനിലവാരം മനസ്സിലാക്കാതെ ഒറ്റയടിക്ക് 50 ബസ്സുകൾ 4% കിഫ്ബി വായ്പയ്ക്ക് വാങ്ങിയത് അഴിമതിയാണെന്നും പുതിയ ബസ്സുകളിൽ റിജക്ട് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതായും ആരോപിച്ചു. ഇലക്ട്രിക് ബസ്സുകളുടെ പർച്ചേസ് ഉടമ്പടിയും വാങ്ങിയതിന് മുൻപ് ബസ്സുകളുടെ ഗുണനിലവാരവും പരിശോധിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടും മാനേജ്മെന്റ് പുറത്തുവിടണം. മാനേജ്മെന്റ് കണക്കുകൾ പ്രകാരം 6026 രൂപ ഒരു ബസ്സിന് പ്രതിദിന വരുമാനവും 4752 രൂപ പ്രതിദിന ചെലവുമാണ്. എന്നാൽ യഥാർത്ഥ ചെലവിൽ ലോൺ തിരിച്ചടവും ബസ്സിന്റെ ബാറ്ററി മാറുന്ന ചെലവും കൂടി കൂട്ടിയാൽ 4546 രൂപ കൂടി വരും. അങ്ങനെയാകുമ്പോൾ ഒരു ഇലക്ട്രിക് ബസ്സിന് പ്രതിദിനം 3273 രൂപയും പ്രതിവർഷം 11.78 ലക്ഷം രൂപ നഷ്ടവും വരും. അങ്ങനെ 50 ബസ്സുകൾക്ക് പ്രതിവർഷം 5.89 കോടി നഷ്ടത്തിലാണ് ബസ് ഓടിയത് എന്നാണ് MLA പറയുന്നത്. MLA പറയുന്നതും മന്ത്രി പറയുന്നതും ഇപ്പോൾ ഒന്നാവുകയാണ്.